ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ വെച്ച് അധ്യാപകനെ വെടിവെച്ചു കൊന്നു. കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായ റാവു ഡാനിഷ് അലിയാണ് കൊല്ലപ്പെട്ടത്. സഹപ്രവർത്തകർക്കൊപ്പം നടക്കാനിറങ്ങിയപ്പോൾ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് വെടിയുതിർത്തത്. അക്രമികളെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ക്യാമ്പസിലെ ABK ഹൈസ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായ റാവു ഡാനിഷ് അലിയാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെ സർവകലാശാലയിലെ മൗലാന ആസാദ് ലൈബ്രറിക്ക് സമീപമായിരുന്നു ആക്രമണം. പതിവ് പോലെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് സഹപ്രവർത്തകർക്കൊപ്പം ക്യാമ്പസിൽ നടക്കാനിറങ്ങിയതായിരുന്നു ഡാനിഷ് അലി. ലൈബ്രറിക്ക് പിന്നിലെ ക്യാന്റീന് സമീപം എത്തിയപ്പോൾ ബൈക്കിലെത്തിയ 2 അക്രമികൾ അധ്യാപകന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ഉടൻ തന്നെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അക്രമികൾ 4-5 തവണ വെടിയുതിർത്തതായാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. 3 തവണയാണ് അധ്യാപകന്റെ തലയ്ക്ക് വെടിയേറ്റത്. സർവകലാശാല ക്യാമ്പസിനുള്ളിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് സംഭവമെന്നതും അതീവ ഗൗരവതരം. उनको कुछ अज्ञात लोगों ने एकदम से आके जो है वो ताबड़तोड़ फायरिंग उनके ऊपर कर दी. इसमें 2 गोलियां उनके सर पे लगी. उनकी जो है वो मेडिकल में उनको मिलने की कोशिश कर दी और जो है वो किसी को कुछ भी क्लू ही नहीं है कौन लोग थे, क्यों मार के चले गए. तो इन्हें सबके साथ अच्छे मिजाज के रहने वाले टाइप के इंसान थे. സംഭവത്തെ തുടർന്ന് അലിഗഡ് SSP നീരജ് ജാദോണിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ക്യാമ്പസിൽ പരിശോധന നടത്തി. അക്രമികൾ മുഖം മറച്ചാണ് എത്തിയതെന്നും വെടിവെപ്പിന് ശേഷം ഇവർ ബൈക്കിൽ രക്ഷപ്പെട്ടെന്നും പോലീസ് അറിയിച്ചു. ये लगभग रात के 9 बजे की बात है. कैनेडी हॉल के सामने एक व्यक्ति जिसका नाम राव दानिश है, उनको 2 अज्ञात व्यक्तियों ने गोली मार के घायल कर दिया था. तत्काल सूचना मिली, पुलिस ने अटेंड किया सूचना को, उनको अस्पताल पहुंचाया गया JNMC, जहां पे बहुत गंभीर स्थिति में वो हैं. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. വ്യക്തിപരമായ വൈരാഗ്യമാണോ അതോ മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ തിരിച്ചറിയാനായി ക്യാമ്പസിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷമായി അലിഗഡ് സർവകലാശാലയിലെ അധ്യാപകനാണ് ഡാനിഷ്. വെടിയുതിർക്കും മുൻപ് അക്രമി ഡാനിഷിനോട് നിനക്ക് എന്നെ ഇതുവരെ അറിയില്ല, എന്നാൽ ഇനി നീ അറിയും എന്ന് പറഞ്ഞതായും ദൃക്സാക്ഷി മൊഴികളുണ്ട്. ഉത്തർപ്രദേശിലെ മുൻ MLAയുടെ മരുമകൻ കൂടിയാണ് കൊല്ലപ്പെട്ട ഡാനിഷ് അലി. കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ നിയമസഭയിൽ അറിയിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സർവകലാശാലയിലെ ആക്രമണം. അധ്യാപകന്റെ കൊലപാതക വാർത്ത ക്യാമ്പസിനുള്ളിൽ വലിയ പ്രതിഷേധത്തിനും ഭീതിക്കും കാരണമായിട്ടുണ്ട്. അക്രമികളെ ഉടൻ പിടികൂടണമെന്നും ക്യാമ്പസിലെ സുരക്ഷ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സർവകലാശാല ഭരണകൂടവും നടുക്കം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.